നമ്മൾ ധോണി വാട്ടർഫാൾസിൽ പോകാനുള്ള പരിപാടിക്ക് പകുതി എത്തിയപ്പോൾ തന്നെ നമുക്ക് ആൾക്കാർ പറഞ്ഞ് ഇതേപോലെ അവിടെ വെള്ളച്ചാട്ടം ഇല്ല, വേനൽക്കാലം ആയതുകൊണ്ട് ജൂൺ ജൂലൈ മാസത്തിൽ മാത്രം നല്ല വെള്ളച്ചാട്ടമായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഭാഗം കാണിച്ചു തരാം. അപ്പോൾ അവിടെ വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ ഈ അരുവി കൂടെ ഈ ഒരു ചാനലിൽ കൂടെ വെള്ളം പോകുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ മൊത്തം വറ്റി കിടക്കുകയാണ്. അപ്പോൾ അവിടെ വെള്ളം കാണത്തില്ലെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്ഥലം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു അമ്പലക്കുളത്തിൽ കുളിക്കാൻ വന്നതാണ്. വരുന്ന വഴിയിൽ പാലക്കാട് ഒരു ഈ ക്ഷേത്രം ചാത്തൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ആഴമുണ്ട്. ഈ ഇരിക്കണവന്മാർ കുളിയില്ലാത്തവന്മാരാണ്. അത് ശ്രദ്ധിച്ചോളണം. 1 2 ഇതുണ്ടായി. നമ്മളൊക്കെ നല്ല ഫ്രഷ് വാട്ടറിൽ നമ്മൾ കുളിക്കാൻ വന്നിടത്ത് ഒരു പയ്യനെ പരിചയപ്പെട്ട്, എടാ അമ്മനെ പേരെന്താ? വൈശാഖ്. പായലെന്തിരോ ഫ്രണ്ട് ഇരിക്കണ്ട വയസ്സു തോട്ടത്തിന്റെ അകത്ത് പായലെന്തിരോ ഇരിക്കുന്നു. അങ്ങനെ നമ്മളെ ക്ഷേത്രകുളത്തിലെ കുളി കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ ആദിയോഗി ഇഷ ഫൗണ്ടേഷനിലാണ് അടുത്ത് പോകുന്നത്. ഗൈസ് നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തിയിട്ട് ഫ്രഷ് ആവാനുള്ള പരിപാടിയാണ്. അപ്പം നേരത്തെ കുളിക്കാത്ത അടിമകളെല്ലാം ഇപ്പോൾ കുളിക്കുന്നുണ്ട്. എല്ലാവരും ഫ്രഷായി റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ തന്നെ ഭഗവാന്റെ അടുത്തോട്ടാണ് പോകുന്നത്.
ഗായ്സ് നമ്മൾ 112 അടി ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ബാക്കി വിശേഷണമൊക്കെ ഞാൻ ഇതിന് മുമ്പൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ വീണ്ടും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ ബാക്കി അതിൻ്റെ അടുത്തും കൂടെ പോയി നമുക്ക് ഒന്ന് വീഡിയോ എടുക്കാം. ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്, ഭയങ്കര ചൂട്. അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട്. നമ്മൾ വന്ന സമയത്ത്, ഇപ്പോൾ ഉച്ച സമയത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. നല്ല തിരക്കുണ്ട്. നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. പ്രതിമയുടെ രുദ്രാക്ഷമാലയൊക്കെ ഒറിജിനലാണ്. അതുപോലെ തന്നെ ഇത് കോൺക്രീറ്റിൽ തീർത്ത ശില്പമല്ല, ഫുൾ സ്റ്റീലാണ്. ഒറിജിനൽ രുദ്രാക്ഷത്തിൽ തീർത്ത ഹാരമാണ് ഇട്ടിരിക്കുന്നത്. അത് നല്ല വലിപ്പമുണ്ട്, നല്ല നീളമുണ്ട്. അതുകൊണ്ട് ഇത് സ്റ്റീലാണ് നമുക്ക് കാണുമ്പോൾ അറിയാം. ബിൽഡിങ് ചെയ്തതിൻ്റെ അടുത്ത് വന്ന് നോക്കിയാൽ മാത്രമേ നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റൂ. പിന്നെ ആരും ക്രോസ് ചെയ്ത് പോകാതിരിക്കാൻ കമ്പിയിൽ തന്നെ ഷൂലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം നമ്മുടെ ഈ ശില്പത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ അടുത്ത ഇഷ ഫൗണ്ടേഷൻ സെൻറ്ററിലോട്ട് പോവുകയാണ്. അപ്പോൾ കാളവണ്ടിയിൽ കയറിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അതിൻ്റെ പാസ് എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു വണ്ടിയിലാണ് നമ്മളും കയറി അപ്പുറത്തോട്ട് സെൻറ്ററിലോട്ട് പോകുന്നത്. അതിന് നല്ല ചന്ദനക്കുറിയൊക്കെ അടിച്ച് നല്ല സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എല്ലാവരും റെഡി ആയിട്ടുണ്ട് ആ കാളവണ്ടിയിൽ കയറാൻ വേണ്ടി. ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഒന്നൊരു 3/4 കിലോമീറ്റർ, 3/4 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇന്നത്തെ സീനാണ് കേട്ടോ. നമ്മൾ 7 പേർക്ക് 70 രൂപ. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫൗണ്ടേഷൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ നല്ലൊരു ശിവൻ്റെ ഒരു ശില്പം ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. നമ്മൾ ക്യാൻറ്റീനിൽ കയറി നല്ല ഫുഡ് കഴിച്ചു. നല്ല ഫുഡാണ്. മസാല ദോശ, ചോറ്, അങ്ങനെ പല ഐറ്റം ഫുഡുണ്ട്. പിന്നെ ഇതിന് ശേഷം നമ്മൾ കയറാൻ പോകുന്നത് ഇഷ സെൻറ്റർ. ഇതിൻ്റെ അകത്താണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ ബാഗ്, ഫോൺ ഇങ്ങനെയുള്ളതൊന്നും അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലോക്ക് റൂമുണ്ട്, അവിടെ ഫ്രീ സർവീസാണ്. അവിടെ കൊടുത്തിട്ട് നമുക്ക് അകത്ത് കയറാം. ഇനി നമ്മൾ നേരെ പോകുന്നത് ഊട്ടിയിലാണ്. ഊട്ടിയിൽ ഇപ്പോൾ ഏകദേശം ഒരു രാത്രി 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മളവിടെ എത്തും. ഇനി റൂം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ല. ഇനി പോയിട്ടാണ് റൂം ബുക്ക് ചെയ്യേണ്ട പരിപാടി, റൂം എടുക്കാനുള്ളൊരു പരിപാടി ചെയ്യുന്നത്. കിട്ടുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ, പോയി നോക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഊട്ടി പോയിട്ട് കാണാം.